ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ച ഒഴിവിൽ മെയ്യിൽ നിലമ്പൂരിൽ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇരു മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിന്റെ പാരമ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച സുനിൽ കനകുലുവിന്റെ സർവേ ടീം ഇതിനോടകം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ 2 സർവേകൾ പൂർത്തിയാക്കിയെന്നും അവർ 2 സർവേകളിൽ നിന്നുമായി ഒരൊറ്റ പേരാണ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പേര് മുൻപ് ഏറെക്കാലം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെ പ്രദാനം ചെയ്ത കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകനും മുൻ നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ്. ആര്യാടൻ ഷൗക്കത്ത് മുമ്പ് 2016 ആദ്യമായും അവസാനമായും നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അന്ന് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യം പേറുന്ന മകൻ എന്നൊക്കെയുള്ള പ്രചരണ വാചകങ്ങളോടെ ആയിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും അത്തവണ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച PV അൻവറിന് മുമ്പിൽ മണ്ഡലം കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് അത്തവണ നമുക്ക് കാണാൻ സാധിച്ചത്. 11,504 വോട്ടുകൾക്കാണ് ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിനോട് 2016 നിലമ്പൂരിൽ പരാജയപ്പെടുന്നത്. എന്നാൽ 2021 ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വത്തിനായി മുൻപിലുണ്ടായിരുന്നുവെങ്കിലും അത്തവണ DCC പ്രസിഡന്റ് DV പ്രകാശിനായിരുന്നു മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകിയത്. DV പ്രകാശ് ഭൂരിപക്ഷത്തിന്റെ വോട്ട് നില കുറച്ചുവെങ്കിലും 2700 വോട്ടുകൾക്ക് അൻവർ തന്നെ ഇടതു സ്വതന്ത്രനായി നിലമ്പൂരിൽ 2021 വിജയം ആവർത്തിച്ചു. ഇത്തവണ 2 പേരുകളാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും നിലമ്പൂർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർന്നു കേട്ടത്. ഒന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെതായിരുന്നു, മറ്റൊന്ന് BS ജോയി എന്ന നിലവിലത്തെ DCC പ്രസിഡന്റിന്റെ പേരായിരുന്നു. BS ജോയിയെ പരിഗണിക്കുന്നതിലെ ഒരു പ്രധാന പ്രശ്നം, മുമ്പ് BS ജോയി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് 2016 DS-നെതിരെ മലമ്പുഴയിൽ മത്സരിക്കാൻ ഒരു അവസരം കോൺഗ്രസ് നൽകിയിരുന്നു. എന്നാൽ അത്തവണ അതുവരെ കോൺഗ്രസ് 2ാം സ്ഥാനത്ത് നിലനിർത്തിയിരുന്ന മലമ്പുഴ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് BJPക്കും പിന്നിൽ 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയ ഒരാൾ കൂടിയാണ് VS ജോയ്. അതുകൊണ്ട് ഇത്തവണ VS ജോയിയെ രംഗത്തിറക്കി ഒരു ഭാഗ്യ പരീക്ഷണം നടത്താൻ കോൺഗ്രസ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് 1987 മുതൽ 2011 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ നിന്നും തുടർച്ചയായി വിജയിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ എന്ന പരിവേഷവും നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായും നഗരസഭാ ചെയർമാനായും നടത്തിയ പ്രവർത്തനങ്ങളും സിനിമാ മേഖലയിൽ അടക്കമുള്ള സാന്നിധ്യവും അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്നാണ് കനകുലു ടീമിന്റെ സർവേ റിപ്പോർട്ട്. ഇതെന്ത് തന്നെയായാലും ഇടതുമുന്നണിയും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ നിന്നും 3 പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അതിൽ ആദ്യത്തേത് DYFIയുടെ ജില്ലാ അധ്യക്ഷനായ ഷബീറിന്റെ പേരാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നത് CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്തിൻ്റെതും മറ്റൊരു പേര് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷൊറോണ റോയിയുടെ പേരുമാണ്. ഈ 3 പേരുകളിൽ ഒരാളായിരിക്കും LDF സ്ഥാനാർത്ഥി എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും തീപാറുന്ന പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ അരങ്ങേറുക എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇരു മുന്നണികൾക്കും തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു 3ാം വട്ടം കൂടി ഇടതു ഭരണം കേരളത്തിൽ വരുന്നത് തടയണമെങ്കിൽ അവർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുക ഏതാണ്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അരയും തലയും മുറുക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. ഇടതുമുന്നണിയും സമാനമാണ് അവസ്ഥ. PV അൻവറിലൂടെ സംഭവിച്ച നഷ്ടം, PV അൻവർ ഉണ്ടാക്കിയ ഡാമേജ് അത് തിരുത്തണമെങ്കിൽ 3ാമതൊരു വട്ടം കൂടി ഇടതു ഭരണം കേരളത്തിൽ ഉറപ്പാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ നിലമ്പൂരിൽ ഒരു മികച്ച പ്രകടനം ഇടതുമുന്നണിക്കും അത്യാവശ്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്.